അപ്പോൾ ഇനി അനാലിസിസ് ബൈ ഇൻഫ്രാറെഡ് ടെക്നിക്. ഇതില് ഈ പോർഷൻ ഉറപ്പില്ല, ചിലപ്പോൾ സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ഇൻസ്ട്രുമെന്റേഷൻ, മൈക്രോവേവ് ഇൻസ്ട്രുമെന്റേഷൻ, ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെന്റേഷൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ പോർഷൻ നിങ്ങൾ നല്ലോണം സിമ്പിൾ ആണ്, മനസ്സിലാക്കി വെച്ചാൽ മതി. സാധ്യത കാണുന്നുള്ളൂ, ഒരു 50-50 ചാൻസേ ഉള്ളൂ ഈ പോർഷന്. ഓക്കെ. പക്ഷെ ഇൻസ്ട്രുമെന്റേഷൻ നെക്സ്റ്റ് വരുന്ന പോർഷന് 100% സാധ്യത ഞാൻ കാണുന്നുണ്ട്, വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ because of the 3n-6 and 3n-5 rules നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, it is evident that a complex molecule is likely to have an infrared spectrum exhibiting a large number of normal vibrations. Each normal mode involves some displacement of all or near all the atoms in the molecule. But while in some of the modes all atoms may undergo approximately the same displacement, in others the displacement of a small group of atoms may be much more vigorous than those of the remainder. Thus, we may divide the normal modes into two classes: skeletal vibrations, which involves all the atoms to much the same extent, and the characteristic group vibration, which involves only a small portion of the molecule, the remainder being more or less stationary. അതായത് നമ്മൾ ഈ സ്കെലിറ്റൽ റീജിയൻ നമ്മൾ ഫിംഗർ പ്രിന്റ് റീജിയൻ എന്നൊക്കെ നമ്മൾ പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ. സ്കെലിറ്റൽ ഫ്രീക്വൻസീസ് യൂഷ്വലി fall in the range 1400 to 700 per centimeter, arise from linear or branched chain structure in the molecule. അപ്പോൾ നമ്മൾ ഒരു ഇൻഫ്രാറെഡ് സ്പെക്ട്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മോഡൽ സ്പെക്ട്രം നമുക്ക് കാണാം. മോഡൽ സ്പെക്ട്രം ഇതാണ് ഒരു ഇൻഫ്രാറെഡ് IR സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ അബ്സോർപ്ഷൻ, ഇത് ട്രാൻസ്മിറ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് അബ്സോർപ്ഷൻ എന്ന് പറയാം, ഈ പീക്കുകളൊക്കെ. ഓക്കെ. ട്രാൻസ്മിറ്റൻസ് കുറവാണ്, അപ്പോൾ അതിനടുത്ത് ഇവിടെ അബ്സോർപ്ഷൻ ഉണ്ട് അർത്ഥം. അപ്പോൾ ഈ അബ്സോർപ്ഷൻ നടക്കുന്നത് കാരണം എന്താണ്? വൈബ്രേഷൻ ഉണ്ടാവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ 400 to 1400 അല്ലേ നമ്മൾ പറഞ്ഞ, ഫ്രം 700 to 1400 റീജിയൻ നമുക്ക് സ്കെലിറ്റൽ റീജിയൻ എന്നോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് റീജിയൻ എന്ന് വിളിക്കാം. ഓക്കെ. നിങ്ങൾ ഈ വെബ്സൈറ്റ് നോട്ട് ചെയ്ത് വെക്കുക, masterorganicchemistry.com. ഈ സൈറ്റിൽ വന്ന് നിങ്ങൾ ഇൻഫ്രാറെഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർഷൻ നിങ്ങൾ നല്ലോണം നിങ്ങളൊന്ന് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു പോർഷനാണ് ഇത്. നമുക്ക് എങ്ങനെ ഒരു സ്പെക്ട്രം അനലൈസ് ചെയ്യാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊന്ന് ഈ പോർഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ, ഒന്ന് വായിച്ചു നോക്കുക റഫായിട്ട്. അപ്പോൾ സച്ച് ഗ്രൂപ്പുകൾ കാണിച്ചിട്ടുണ്ട്. ഈച്ച് ഗിവ് റൈസ് ടു സെവറൽ സ്കെലിറ്റൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആൻഡ് ഹെൻസ് സെവറൽ അബ്സോർപ്ഷൻ ബാൻഡ്സ് ഇൻ ദ ഇൻഫ്രാറെഡ്. അപ്പോൾ സ്കെലിറ്റൽ ഇതാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഫിംഗർ പ്രിന്റ്. ഇപ്പൊ നമ്മളുടെ ഒരു കോമ്പൗണ്ട് നമ്മളെടുത്ത് നമ്മളുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഫിംഗർ പ്രിന്റ് ആണ്. അപ്പോൾ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ കാണിക്കുന്ന വൈബ്രേഷൻസ് ആണ് അതിന് ഫിംഗർ പ്രിന്റ് എന്ന് പറയും നമ്മൾ. സ്കെലിറ്റൽ വൈബ്രേഷൻ, സ്കെലിറ്റൽ. ഓക്കെ. It is seldom possible to assign particular bands to specific vibration modes, but the whole complex of bands observed is highly typical of the molecular structure under examination. Further changing a substituent usually results in a marked change in the pattern of the absorption bands. Thus, these bands are often referred to as fingerprint bands because a molecule or structural moiety may often be recognized merely from the appearance of this part of the spectrum. അപ്പോൾ നമ്മൾ ഈ സ്പെക്ട്രത്തിന്റെ ഈ പോർഷൻ, ഈ ഫിംഗർ പ്രിന്റ് റീജിയൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ മോളിക്യൂളിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ പീക്കുകൾ, ഈ അബ്സോർപ്ഷൻ പോയിന്റുകൾ ഉണ്ടല്ലേ നിങ്ങള്, ഈ പോയിന്റുകളൊക്കെ ഇപ്പോ ഇത് കാണുന്നത് 1 ഹെക്സാനോളിന്റെ ഇൻഫ്രാറെഡ് സ്പെക്ട്രം. അതുപോലെ വേറൊരു മോളിക്യൂളിന്റെ സ്പെക്ട്രം. ഓക്കെ, ബ്യൂട്ടനോയിക് ആസിഡിന്റെ സ്പെക്ട്രാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സ്പെക്ട്രത്തില് നമ്മൾ ഈ ബ്യൂട്ടനോയിക് ആസിഡ് നമ്മൾ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും
നമ്മൾ ഇമ്പ്യൂരിറ്റിയോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ വേറെ എന്തെങ്കിലും ഇതുകൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക വെച്ചാൽ ഈ പീക്കുകൾക്കൊക്കെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം, ചിലപ്പോൾ ഇതിന്റെ ഇന്റൻസിറ്റി കൂടാം ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ പൊസിഷൻ ചേഞ്ച് ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മൾ സ്ട്രക്ചറിൽ മാറ്റം വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് നിങ്ങൾ ആ വെബ്സൈറ്റ്, ഞാനിപ്പോൾ ഈ കാണിച്ച വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. പിന്നെ ഹയർ റിസൾട്ട്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇൻഫ്രാറെഡ് സ്പെക്ട്ര അനാലിസിസ് നമ്മൾ നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ ഈ ഓരോ മോളിക്യൂളിന്റെ വൈബ്രേഷൻ സ്പെക്ട്ര വരുന്നത് ഏതെല്ലാം പോയിന്റിൽ വരുന്നുണ്ടെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓർത്ത് മനപ്പാടം ചെയ്യാൻ പറ്റുമെങ്കിൽ മനപ്പാടം ചെയ്യാൻ സാധിക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളെ. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് 300 600 നമുക്ക് പോയി സ്പെക്ട്ര എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണം ഈ ലിസ്റ്റ് നോക്കാം. നമുക്ക് ഈ ലിസ്റ്റ് നോക്കാം. 3600 വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി OH ഗ്രൂപ്പിന്റെ പ്രസൻസ് ഉണ്ടെന്ന് പറയാം. നമുക്ക് 3600 അപ്പോൾ 3600 ഏകദേശം ഇവിടെ വരും. ഇവിടെ ഒരു പീക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ OH ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഐഡന്റിഫിക്കേഷൻ 3600 OH ഗ്രൂപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. OH നമ്മൾ വാട്ടർ കണ്ടന്റ് ആവാം, എഥനോൾ ആവാം, അങ്ങനെ എന്തും ആവാം OH വരും. അപ്പോൾ ഇതാ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പഠിക്കാൻ പറ്റില്ല, നമുക്ക് റെഫറൻസിന് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഫ്രീക്വൻസി ഷിഫ്റ്റ് ഇൻ ഫ്രീക്വൻസി പൊസിഷൻ കോസ്ഡ് ബൈ റെസൊണൻസ് ഓർ ഇന്റർമോളിക്കുലർ എഫക്ട്സ് ആർ ഇൻ themselves highly characteristic and very useful for diagnostic purpose. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളത് വായിച്ചു നോക്കുക. then ഇൻസ്ട്രുമെന്റേഷൻ നമ്മൾ നേരത്തെ മൈക്രോവേവിന്റെ കേസ് പറഞ്ഞ പോലെ സോഴ്സ്, പിന്നെ ഒപ്റ്റിക്കൽ പാത്ത് ഓർ മോണോക്രോമാറ്റർ, നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്ലോക്ക് ഡയഗ്രാം നിങ്ങൾക്ക് വരക്കാം. ദെൻ ഡിറ്റക്ടർ, ഒരു സാമ്പിൾ ഉണ്ടാവും. ഓക്കെ, സാമ്പിൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിന് മുമ്പായിട്ട് ഇൻഫ്രാറെഡ് FTIR കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാം. ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഇൻസ്ട്രുമെന്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു വീഡിയോ കാണാം നമുക്ക്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ തന്നെ കാണിച്ചു തരാം. ഈ വീഡിയോ നമുക്ക് ബേസിക് സ്പെക്ട്രം. Welcome to the principles of infrared spectroscopy. Let's get started right away with probably the most important question. What is infrared spectroscopy? Basically, infrared spectroscopy studies the interaction between infrared radiation and matter. We might end this presentation right here, but you may ask, what is infrared radiation? Well, infrared is a particular part of the electromagnetic spectrum that has a longer wavelength than visible light. A longer wavelength means the light carries less energy. A longer wavelength also means a smaller wave number. Since infrared spectra are mostly labeled in wave numbers, wave number is a term frequently used throughout this tutorial. All infrared spectroscopy is not created equal, as it can be subdivided depending on wavelength into near, mid, and far infrared, although mostly mid-infrared is meant when the term IR spectroscopy is used. As mentioned before, infrared light interacts with matter, but how exactly? Well, first infrared light passes the sample, in our case, an exemplary water molecule. Depending on the energy levels, this light can trigger vibration in specific molecular bonds. This is called absorption. There are different kinds of vibrations, but the most prominent are the symmetric stretching vibration, the anti-symmetric stretching vibration, and the deformation vibration. Others are rocking, wagging, and twisting vibrations. The energy absorbed by the molecule is consumed and is therefore missing from the original IR beam. But how can we use this principle to our advantage and investigate this interaction? First, we need infrared light from a fitting source. The light is then directed at the sample. Some light is going to be reflected, but a larger fraction will travel through the sample and specific parts of it are going to be absorbed by the sample material. The part of the light that is transmitted and carries the molecular information of the sample can then be collected by a detector to produce an electronic signal. But how do we turn this electronic signal into a spectrum? Well, this depends on how the infrared spectrometer is set up.
In its early days, infrared spectra were exclusively acquired by traditional dispersive IR spectrometers. This was done by directing light onto a diffraction grating that splits the light into several single beams. Afterwards, these beams were directed at the sample and each wavelength individually examined. With the rise of improved electronics and CPU processing power, Fourier transform infrared spectrometers superseded these traditional instruments because FTIR spectroscopy offers significant advantages. It has an improved signal-to-noise ratio, it is a lot faster, and it shows superior wave number accuracy when laser calibration is applied. But how does an FTIR spectrometer differ, and how does it work? At the heart of the FTIR spectrometer is an interferometer. Shown on the right is a Michelson-type interferometer. During the measurement, the IR beam enters the interferometer and is directed at the beam splitter. As the name suggests, this splits the beam into two separate beams that are directed at a fixed and moving mirror respectively. Then the light travels back to the beam splitter, where it is recombined, causing interference, and is then directed at the sample material. That way, the spectral information of all wavelengths can be acquired simultaneously, saving a lot of time. At the end, the detector produces a raw signal of light intensity versus mirror position. But how do we get from here to the classical infrared transmission spectrum? To get nice and clean sample spectra, we have to get rid of the environmental influences that may show in our spectra, like carbon dioxide or water vapor. To do that, we first need to measure a spectrum without a sample present. This raw signal is then mathematically Fourier transformed into the classical IR plot of light intensity versus wave numbers. We now have a single channel reference spectrum. Then we insert the sample into the beam path and repeat the procedure. Fourier transformation then yields another single channel, but this time it's a sample spectrum. Then we only have to combine both spectra by dividing sample spectrum by reference spectrum, and then we have the classic view of an FTIR transmission spectrum. But what can we do with it? A lot of things, actually. An FTIR spectrum is like a chemical fingerprint. This enables chemical identification of a variety of samples and is frequently used to characterize material properties and verify known and elucidate unknown samples. It is utilized by many industries, but is especially useful whenever chemical information needs to be obtained straightforward in a short amount of time. FTIR is extremely versatile depending on your spectrometer setup and measurement technique used. Various applications are feasible and many different analytical questions can be answered. Thanks for watching, and if you want to know more about FTIR spectroscopy, take a look at our hands-on tutorials. Okay, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഐഡിയ നമ്മൾ പറഞ്ഞത് മൊത്തം ഒരു ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. സിലബസിലുള്ള നമ്മൾ ഈ പോർഷനും ഇൻസ്ട്രുമെന്റേഷൻ ഫോർ IR സ്പെക്ട്രോസ്കോപ്പി, ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ IR സ്പെക്ട്രോസ്കോപ്പി, ഈ പോർഷൻ നമ്മൾ കവർ ചെയ്തു കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഭാഗം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മതി. IR സ്പെക്ട്രം എങ്ങനെ ഫോം ചെയ്യുന്നതൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ, the Fourier transform spectroscope FT ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മള് മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ നമ്മൾ ഉപയോഗിച്ച് ഡാറ്റ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടാണ് സ്പെക്ട്രം, ഫൈനൽ സ്പെക്ട്രം നമ്മൾ ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ പ്രോഗ്രാമിംഗ് ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ജസ്റ്റ് വായിച്ചിട്ട് അതിന്റെ നോട്ട് തയ്യാറാക്കിയിട്ട് നമുക്ക് പഠിക്കാം. ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്.